ദില്ലി ബലാത്സംഗത്തിനെതിരായി കണ്ണൂരിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നടന്ന പ്രകടനത്തിൽ ദേശീയ പതാക ഉപയോഗിച്ചത് വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയർന്നു. ജനനേതാക്കൾ സിറ്റി വിഷനോട് ജനകീയ വിഷയങ്ങളിൽ രാജ്യത്ത് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ചിട്ടയോടും ബഹുമാനത്തോടും കൈകാര്യം ചെയ്യേണ്ടുന്ന ദേശീയ പതാക ഒരു പ്രതിഷേധ ജാഥയ്ക്ക് ഉപയോഗിച്ചത് പ്രകടനം നടത്തിയ ചെറുപ്പക്കാർ പരിശോധിക്കണമെന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ സിറ്റി വിഷനോട് പറഞ്ഞു. ലോകത്തെയും ഇന്ത്യയെയും നടുക്കിയ സംഭവത്തെ തുടർന്ന് രാജ്യത്തെമ്പാടും പ്രതിഷേധാഗ്നി എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും പ്രകടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമായിരുന്നു ഒരു പെൺകുട്ടിയുടെ പീഡനം, അതിദാരുണമായ മരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടത്. പക്ഷെ അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്നലെ കണ്ണൂരിലും ഫേസ്ബുക്കിലൂടെയുള്ള ഒരു കൂട്ടായ്മയുടെ ഫലമായി ഒരു പ്രകടനം, വായ മൂടിക്കെട്ടി ഉള്ള ഒരു പ്രകടനം ഇന്നലെ കണ്ണൂരിലും നടന്നു. ഏതാനും ചെറുപ്പക്കാരികൾ ചേർന്നുകൊണ്ട് അവർ പ്രകടനമായി ഫേസ്ബുക്കിലൂടെയുള്ള കൂട്ടായ്മയാണ്, മറ്റ് യാതൊരുവിധ പ്രചരണ പരിപാടികളൊന്നുമില്ലാതെ തന്നെ ഉടനവേ അവർ സംഘടിക്കുന്നു. ഒരു 19 പേർ സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനത്തോടനുബന്ധിച്ചുള്ള ഒരു വിശദീകരണ യോഗവും ഇന്നലെ കണ്ണൂരിൽ നടന്നതായി വാർത്താദൃശ്യ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. വലിയ കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പ്രതിഷേധത്തിൻ്റെ ഒരു അഗ്നി നാടെങ്കും വരുമ്പോൾ ഫേസ്ബുക്കിലൂടെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം ഇന്നലെ പ്രകടനത്തിൽ പിടിച്ചിരിക്കുന്ന പതാക യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ഒരു സമരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഏത് വിഷയത്തിൻ്റെ പേരിലായാലും നമ്മുടെ രാജ്യത്ത് സമരത്തിൻ്റെ ഒരു വിഷയം നടക്കുമ്പോൾ, സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ ദേശീയ പതാക പിടിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങൾക്കും അതാത് രാജ്യങ്ങളുടെ ദേശീയ പതാകകളുണ്ട്. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ, അതേ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം, എല്ലാ രാജ്യങ്ങൾക്കും അതാത് രാജ്യങ്ങളുടേതായ ദേശീയ പതാകകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കും ഇന്ത്യയുടെ പൈതൃകം വിളിച്ചോതുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ അശോകചക്രം പതിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് പറയുന്നത് നാമെല്ലാം ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതുമായ പതാകയാണ്. ഇന്ത്യയിൽ തന്നെ ചില സമരങ്ങളിൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെ നടത്തിയ സമരങ്ങളിൽ ദേശീയ പതാക ഉപയോഗിച്ചതായി കാണുന്നു. എന്നാൽ ഒരു സമരത്തിന് ദേശീയ പതാക ഉപയോഗിക്കാമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രമുഖ CPI നേതാവ് CP സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വളർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ സംഘടനകളും അതുപോലെ അത് നയിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ആ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ദേശീയ പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനം അത് ആളുകളുടെ ഇടയിൽ മറ്റൊരു ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ദേശീയ പതാക അങ്ങേയറ്റം ആദരവോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ചക്കിടയാകുന്ന വിധത്തിൽ ദേശീയ പതാക കൈകാര്യം ചെയ്തത് അത് വേണ്ട രീതിയിലല്ലെങ്കിൽ അത് ആ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദില്ലിയിൽ കൂട്ടബലാത്സംഗത്തിനിടെ മരണപ്പെട്ട പെൺകുട്ടി ഒരു ദേശീയ വിഷയമായി മാറി നാടെങ്ങും പ്രതിഷേധം അലതല്ലുമ്പോൾ നമ്മുടെ നാടും നഗരവും ഇതിനായി ഇറങ്ങുന്നത് ശ്ലാഘനീയം തന്നെ. എന്നാൽ ദേശീയ പതാകയേന്തി ജാഥ നടത്തിയതിലെ ഔചിത്യം ഇത് നടത്തിയ സംഘാടകർ പരിശോധിക്കേണ്ടതുണ്ട്. സിറ്റി വിഷൻ ന്യൂസ്, കണ്ണൂർ.